അതായത് യഥാർത്ഥത്തിൽ ശ്രീ കെ പി നൗഷാദ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പറഞ്ഞതും ഇന്നിപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ മറുപടിയും ഒക്കെ നോക്കുമ്പോൾ അതിനകത്തുള്ള യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ ചോദ്യം സംഘപരിവാര രാഷ്ട്രീയത്തെ നെഞ്ചൂക്കോടെ എതിർക്കുന്നത് ആരാണ് കേരളത്തിൽ? അത് എൽ ഡി എഫ് ആണോ അത് യു ഡി എഫ് ആണോ എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് അത് കൊള്ളയടിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. പിന്നീട് മുംബൈ വിമാനത്താവളം എങ്ങനെയാണ് അദാനിയിലേക്ക് എത്തിപ്പെട്ടത്, അതിനെങ്ങനെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടാണ് അദ്ദേഹം ഇവിടെ പിണറായി വിജയനെതിരെ ഒരു നീക്കവും നടത്തുന്നില്ല. ഇവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ 2 മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടച്ചപ്പോൾ പിണറായിക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പിണറായി വിജയനാകട്ടെ ഇവിടെ എപ്പോഴും തനിക്കെതിരെ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, BJPയെ വേണ്ട പോലെ നേരിടുന്നില്ല. ഇതായിരുന്നല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അവിടെ മുഖ്യമന്ത്രി 2 ഘട്ടമായിട്ടാണ് മറുപടി പറഞ്ഞത്. ഒന്ന്, രാഹുൽ ഗാന്ധി വ്യക്തിപരമായി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾക്കുള്ള വ്യക്തിപരമായ മറുപടി. 2ാം ഘട്ടം, ആരാണ് സംഘപരിവാറിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറഞ്ഞാണ് പിണറായി വിജയന്റെ പ്രസംഗം. ഒന്ന്, പൗരത്വ നിയമ ഭേദഗതി. അവിടെ എന്ത് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചപ്പോൾ? ഇപ്പോൾ ഡൽഹിയിൽ നടന്ന പൗരത്വ വിരുദ്ധ പ്രക്ഷോഭത്തിൽ അറസ്റ്റിലാക്കപ്പെട്ട നേതാക്കളിൽ ഒരു കോൺഗ്രസ്സുകാരനുണ്ടോ? ഞാൻ പറയുന്നത് പിണറായി വിജയന്റെ പ്രസംഗത്തിലെ ഭാഗമാണ്. 2, കാശ്മീരിലെ 370 റദ്ദാക്കപ്പെട്ടപ്പോൾ ആരാണ് ശബ്ദിച്ചത്? അവിടെ അദ്ദേഹം കേരളത്തിലെ UDF MP-മാരെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ആ വിഷയം അവതരിപ്പിച്ചത്. അങ്ങനെ ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ ആശങ്കയിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നിലപാട്, ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ കാര്യവും അദ്ദേഹം പറഞ്ഞു, നിലപാട് പ്രഖ്യാപിച്ച് ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കാൻ, ശക്തമായി അത് പറയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് സംഘപരിവാറിനെതിരെ ഞങ്ങൾ നിലപാടെടുക്കുന്നു എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഇതാണ്, ഈ കോണ്ടെക്സ്റ്റിലാണല്ലോ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളെ മുഴുവൻ മനസ്സിലാക്കേണ്ടതും, അല്ലെങ്കിൽ അതിനെ നമ്മൾ ആ അർത്ഥത്തിൽ അതിനകത്തെ രാഷ്ട്രീയം എവിടെ കിടക്കുന്നു എന്ന് പരിശോധിക്കേണ്ടത്. ഗോപികൃഷ്ണൻ, ഞാനിതിന് മറുപടി പറയുമ്പോൾ താങ്കൾ ഇടയ്ക്ക് തടസ്സപ്പെടുത്തരുത്. നിങ്ങൾ CPM-ൻ്റെയും BJP-യുടെയും പ്രതിനിധികളോട് കാണിക്കുന്ന സൗമനസ്യത്തിൻ്റെ ഒരു 10-1 എന്നോട് കാണിക്കണം എന്ന് ആദ്യമേ ഞാൻ പറയാണ്. ഇവിടെ 1970-കൾ തൊട്ടുള്ള രാഷ്ട്രീയം ഇവിടെ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം, അതിന് മുമ്പ് അതൊന്ന് പറയണമല്ലോ. ഇവിടെ വിധേയത്തിൽ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ട് തലശ്ശേരി കലാപത്തെക്കുറിച്ച്. ഇവിടുത്തെ CPM-കാരൻ പള്ളി പൊളിക്കാനും മുസ്ലിം കുടുംബങ്ങളെ ആക്രമിക്കാനൊക്കെ മുമ്പിൽ നിന്നതിൻ്റെ വിസ്തരിച്ച കഥകൾ അതിനകത്തുണ്ട്. കുടുംബങ്ങളെ കൊള്ളയടിച്ച് ബസ് മുതലാളിമാരും കെട്ടിട ഉടമകളുമായ CPM മുതലാളിമാരെയും നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരാൻ കഴിയും ആ നാട്ടിൽ ചെന്നാൽ. അത് കഴിഞ്ഞ് 1975 തൊട്ട് സംഘടനാ കോൺഗ്രസും സോഷ്യലിസ്റ്റ് പാർട്ടികളും പിന്നെ ലയിച്ചു ചേർന്ന് ജനസംഘത്തോടൊപ്പം ചേർന്നുണ്ടാക്കിയ ജനതാ പാർട്ടിയുടെ കൂടെ ചേർന്നാണ് രാഷ്ട്രീയം. 1977 കൂത്തുപറമ്പിൽ ജനസംഘം ഉൾപ്പെടുന്ന ജനതാ പാർട്ടി LDF സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പിണറായി വിജയനും അന്നത്തെ അവിഭക്ത കണ്ണൂർ ജില്ലയിലെ ഉദുമയിലെ ഈ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് KG മാരാരും ഒക്കെ മത്സരിച്ചതാണ്. അന്ന് LK അദ്വാനി വന്ന് പാലക്കാട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പടുത്തുയർത്തപ്പെട്ട രാഷ്ട്രീയമാണ് പിണറായി വിജയന്റേത്. പിന്നെ രാജൻ കേസില് കുറെ കണ്ണീരൊഴുക്കി അദ്ദേഹം നേതാവായിട്ടുണ്ട്. അദ്ദേഹം ഭരണത്തിലെത്തിയപ്പോൾ 8 ആളെയാണ് പോയിന്റ് ബ്ലാങ്കില് മാവോവാദി എന്ന് പറഞ്ഞ് ചുട്ട് തള്ളിയത് ഈ പറഞ്ഞ രാജൻ കേസിൽ കണ്ണീരൊഴുക്കിയ നേതാവായ പിണറായി വിജയൻ. ഈ പിണറായി വിജയന്റെ കാലത്താണ് UAPA നിയമം പുതുതായിട്ട് പരിഷ്കരിച്ചപ്പോൾ ആദ്യമായിട്ട് കോഴിക്കോട്ടങ്ങാടിയിൽ അത് പ്രയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ അതിൻ്റെ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ആ പിണറായി വിജയനെയൊക്കെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആളാക്കി ചിത്രീകരിക്കുന്നതിനെ ജനങ്ങൾ വിലയിരുത്തിക്കൊള്ളും. ഇനി നിങ്ങൾ പറഞ്ഞ ചോദ്യമുണ്ടല്ലോ, കേരളത്തിലേക്ക് നിങ്ങൾ വാ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെ ശൈലജ ടീച്ചർ മട്ടന്നൂർ സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട്. 23 ദിവസമായി ഇന്നേക്ക് ഒരു പ്രതിയെയും കണ്ടുപിടിച്ചിട്ടില്ല, ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. എന്നാൽ BJP-ക്കാര് നരേന്ദ്രമോദിയുടെ അന്തസ്സിന് ഹാനിയുണ്ടാക്കി എന്ന് പറഞ്ഞ കേസില് പാലോടിലും ഇങ്ങ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒക്കെ പ്രതികളുടെ പേരും വിലാസവും ഉൾപ്പെടെ രേഖപ്പെടുത്തി 171G-യും 153-യും പോലീസ് ആക്ട് 120 ഒക്കെ ചുമത്തി ഇവിടെ ചാർജ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ മുസ്ലിങ്ങളുടെ കാര്യമാണല്ലോ പിണറായി വിജയൻ പറയുന്നത്. പിണറായി വിജയനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കേൾവി ശക്തിയില്ല, കാഴ്ച ശക്തിയില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? CAA-യുടെ കാര്യത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിട്ട് മണിക്കൂറുകളാവുന്നേ ഉള്ളൂ. രാഹുൽ ഗാന്ധി ആസാമിലെ പ്രഭവ കേന്ദ്രത്തിൽ പ്രസംഗിച്ചത് ജാഹെ കുച്ച് ഭി ഹോ ജായ് CAA നഹി ഹോഗ എന്നാണ്. കേരളത്തിൽ CAA-ക്കെതിരെ പിണറായി വിജയന്റെ എത്ര DCC പ്രസിഡന്റാണ് എന്നുള്ളതിന്റെ എത്ര MLA-മാരാണ് എന്ന് ഞാൻ പറയാം.
ഇനി ഏക സിവിൽ കോഡ് 2012 വരെ ഏക സിവിൽ കോഡിന് വേണ്ടി രാജ്യത്ത് നിലകൊണ്ടവരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. ഇസ്ലാമിക ശരീഅത്ത് കാലഹരണപ്പെട്ടതാണ്, അത് തിരുത്തി എഴുതണം. 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത മതമെന്ന് ഇസ്ലാമിനെ ആക്ഷേപിച്ചത് BJP-ക്കാരല്ല, കോഴിക്കോട്ടെ പിന്നെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. CPM-ന്റെ നിലപാടാണത്. അവരാണ് ഇന്ന് വോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്നത്. ഞങ്ങളുടെ നിലപാട് എന്താണ് എന്ന കാര്യം ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത് നടപ്പാക്കില്ല എന്ന നിലപാട് അദ്ദേഹം പറയുന്നു. കശ്മീർ വിഷയത്തിൽ, അയോധ്യ രാമക്ഷേത്രത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾക്കൊരു സുവ്യക്തമായ നിലപാടുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു ഭാഗം അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഈ പൗരത്വ വിഷയത്തിൽ യോജിച്ചുള്ള പ്രക്ഷോഭത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കുന്നു. അപ്പോൾ ദേശീയ തലത്തിൽ എടുത്തൊരു തീരുമാനമായിരിക്കുമല്ലോ സംസ്ഥാന ഘടകം നടപ്പാക്കുക. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി അതിന് മറുപടി പറയണ്ടേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ. അതായത് പൗരത്വ വിഷയത്തിൽ, കശ്മീർ വിഷയത്തിൽ, അയോധ്യ രാമക്ഷേത്രത്തിന്റെ വിഷയത്തിൽ ഇതിലൊക്കെ സുവ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കുന്നതിന് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന് എന്താണ് തടസ്സം എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. ആ ചോദ്യമാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. എന്താണ് കോൺഗ്രസിന് തടസ്സമെന്ന്? അല്ല, ഞാനതാ പറഞ്ഞത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കേൾവി ശക്തിയോ കാഴ്ചശേഷിയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. രാഹുൽ ഗാന്ധിയെ പോലെ CAA വിരുദ്ധ സമരത്തിന്റെ കുരിശു പോരാളിയായി ഈ രാജ്യത്ത് നിറഞ്ഞു നിന്ന മറ്റൊരു മനുഷ്യനുണ്ടോ? ഇമ്രാൻ പ്രതാപ് ഗാർഹി എന്നൊരു നേതാവ് അംഗമാണ്. ഇവിടെ ഉമ്മൻചാണ്ടി അടക്കമുള്ള രോഗാതുരത നേരിടുന്ന നേതാക്കള് -ഡിഗ്രി തണുപ്പിൽ JNU-ൽ പോയിട്ട് ആ സമരത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് DCC പ്രസിഡന്റും കൽപ്പറ്റ MLA അടക്കമുള്ള 100 കണക്കിന് ആളുകളെ 2 ആഴ്ചക്കാലം അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടയാളാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. അന്ന് സംഘപരിവാറുകാർ CAA അനുകൂല സമരം കടയടച്ചു എന്നുള്ളതിന്റെ പേരിൽ 100 കണക്കിന് വ്യാപാരികൾക്കെതിരെ ജാമ്യമില്ലാത്ത കേസെടുത്ത ആളാണ് പിണറായി വിജയൻ. ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയൊന്നും അദ്ദേഹത്തിന്റെ പറച്ചിൽ മറ്റൊന്നുമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുസ്ലിം വോട്ട് തട്ടാൻ ഇങ്ങനെയുള്ള പല വേഷങ്ങളും മാനായും മാരീചനായും പിണറായി വിജയൻ വരും. അദ്ദേഹത്തെ രാഹുൽ ഗാന്ധിയായിട്ട് താരതമ്യം ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ജനാധിപത്യ മതേതര വിശ്വാസികൾക്കറിയാം എന്താണ് ശരി, എന്താണ് കളവ് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്. ആ രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന് BJP-ക്കാർ ആക്ഷേപിച്ച് വിളിക്കുന്ന പേര് കൂട്ടി വിളിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ജാതകം ഈ തെരഞ്ഞെടുപ്പിൽ എഴുതി കഴിഞ്ഞു. ഇതിന്റെ അപ്പുറത്തേക്കിന് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തെ വിലയിരുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ റിയാസ് മൗലവി കേസും മറ്റൊരുപാട് സംഭവങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പാണല്ലോ വന്നുപെട്ടിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടി വായിക്കാൻ വളരെ കൃത്യമായ ബോധ്യം ഈ കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട്. ഞാനൊരു ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രീ P. ജയരാജനിലേക്ക് ഒറ്റ ചോദ്യം. അതായത് ഇന്ന് പിണറായി വിജയൻ 1-2 പ്രധാനപ്പെട്ട പോയിന്റുകളിൽ നിന്നാണല്ലോ ഈ വിഷയത്തെ അവതരിപ്പിച്ചത്. ആ കാര്യങ്ങൾക്ക് കോൺഗ്രസ് ഒരു മറുപടി പറയണ്ടേ? അതായത് പ്രകടന പത്രികയിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല? ഇന്ത്യയുടെ മതേതരത്വത്തിന് കടക്കൽ കത്തിവെക്കുന്ന പൗരത്വ നിയമ ഭേദഗതി എന്ന് ഞാൻ പറഞ്ഞത് പിണറായിയുടെ പ്രസംഗത്തിലെ ഭാഗമാണ്. അതിനെതിരായിട്ട് ശബ്ദമുയർത്തുന്ന കാര്യത്തിൽ കോൺഗ്രസിന് എവിടെയാണ് ഒരു സംശയമുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് കോൺഗ്രസ് ഒരു മറുപടി പറയണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രകടന പത്രികയിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതിന് മറുപടി പറയണ്ടേ? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഗോപികൃഷ്ണ, നമ്മളൊരു സദ്യ കഴിച്ചാൽ എന്താ സദ്യ എന്ന് ചോദിച്ചാൽ ബിരിയാണി എന്നേ പറയുള്ളൂ. അതിന്റെ ഒരു വശത്ത് അച്ചാറുണ്ട്, ഒരു വശത്ത് സാലഡ് ഉണ്ട്, ഒരു വശത്ത് പപ്പടം ഉണ്ട്, ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെന്നൊന്നും ആരും പറയില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് BJP-യുടെ ഭരണഘടനാ വിരുദ്ധമായ മുഴുവൻ നിയമങ്ങളും റദ്ദ് ചെയ്യുമെന്ന്. അതിനകത്ത് CAA ഉണ്ട്, യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്, 370 ഉണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾ ആ ബിരിയാണിയാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ പിണറായി വിജയൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്താ അച്ചാറുണ്ട് എന്ന് പറയാത്തത്? ഞങ്ങൾക്കത് പറയാൻ സൗകര്യമില്ല. കാരണം ഞങ്ങൾ സമഗ്രമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ ഒരു നിയമം മാത്രമല്ല, മുഴുവൻ BJP-യുടെ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളും ഞങ്ങൾ റദ്ദ് ചെയ്യും. ഫാസിസത്തിന്റെ വിഷപ്പുക ഈ അന്തരീക്ഷത്തിൽ BJP വമിപ്പിച്ചിട്ടുണ്ട്. അത് മുഴുവൻ തൂത്തുപെറുക്കി കളയാനുള്ള വലിയ ബാധ്യത. ഏതായാലും വിഷമുള്ള അച്ചാറാണെങ്കിൽ അത് വിളമ്പില്ല എന്ന് പറയുക തന്നെ വേണം ശ്രീ KP നൗഷാദ് അലി. വിഷമുള്ള അച്ചാറാണെങ്കിൽ അത് ഞങ്ങൾ വിളമ്പില്ല എന്ന് തന്നെ പറയണം എന്നാണ്. നിങ്ങളുടെ രാഷ്ട്രീയം, അത് നിങ്ങളുടെ അല്ല, രാഷ്ട്രീയമൊന്നുമല്ല. ഞാൻ താങ്കൾ നിലപാട് പറയുകയാണെങ്കിൽ അതിൽ വ്യക്തത വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ രാഷ്ട്രീയം അളക്കുന്ന ചർച്ചയല്ലല്ലോ ഇത്. ഞാൻ പറഞ്ഞത് നിലപാട് പറയുമ്പോൾ അതിൽ വ്യക്തത വേണം എന്നതാണല്ലോ ഞാൻ പറഞ്ഞത്. കോഴിക്കോട് കടപ്പുറത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടോ? ആസാമിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടോ?
KPCC പ്രസിഡന്റ് പറഞ്ഞത് കേട്ടോ, CAA അറബിക്കടലിലാണ് എന്ന്. ശരി. ഇതിലേറെ എന്ത് ധീരമായ ശരി, ഞാൻ ഇടവേള എടുക്കുന്നു. ഷിപ്പി ജയരാജനിലേക്ക് തിരികെ വരും ഇടവേളയ്ക്ക് ശേഷം.